പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ രാജ്യം മുഴുവനെയും ലോകം മുഴുവനെയും നമുക്ക് ഈ സമയം ഭരമേൽപ്പിക്കാം. നമ്മുടെ കർത്താവായ ദൈവം സൗഖ്യം നൽകുന്ന ദൈവമാണ്. COVID-19 ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന എല്ലാ രോഗികളുടെ മേലും തിരുവസ്തുരനായ ഈശോയെ ഈ സമയം സൗഖ്യവുമായി എഴുന്നള്ളി വരണമേ എന്ന് അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന എല്ലാ വ്യക്തികളെയും കർത്താവായ യേശുവെ ഈ സമയം ഞങ്ങൾ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ആ മക്കൾക്ക് വലിയ സൗഖ്യത്തിൻ്റെ അഭിഷേകം നൽകി സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം തിരുവചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഓ തിരുവസ്തുരനായ ഈശോയെ, അങ്ങ് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണ്. ഓ തിരുവസ്തുരനായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്ന ദൈവമാണ്. ഈ ആരാധനയിൽ തിരുവസ്തുരനായ ഈശോയെ ഞങ്ങൾ പ്രത്യേകമായ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും ലോകം മുഴുവനുമുള്ള COVID-19 ബാധിച്ച് ചികിത്സ കഴിയുന്ന എല്ലാ രോഗികളിലേക്കും കർത്താവ് ഈ സമയം വലിയ സൗഖ്യമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. സാധിക്കുന്ന എല്ലാ വ്യക്തികളും
ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് വിശ്വാസത്തോടെ ഉയർത്തിപ്പിടിക്കട്ടെ. കർത്താവിനെ വിളിച്ച് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, യേശുവേ നമ്മൾ ഒന്നുചേർന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, കർത്താവിൻ്റെ സൗഖ്യം ഓരോ വ്യക്തിയിലേക്കും ഈ സമയം കടന്നു വരുന്ന സമയം, വലിയ അടയാളങ്ങൾ, വലിയ സൗഖ്യങ്ങൾ, വലിയ വിടുതൽ ദൈവമേ ഈ സമയം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. COVID-19 ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന എല്ലാ രോഗികളെയും ഞങ്ങൾ പ്രത്യേകമായി കാഴ്ചവെക്കുക. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച രോഗികളെ ദൈവമേ പ്രത്യേകമായി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് സ്തുതിക്കട്ടെ. വലിയ സൗഖ്യത്തിന് വേണ്ടി, വലിയ സൗഖ്യത്തിന് വേണ്ടി ജീവനുള്ള ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. യേശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 1-ാം വചനം വെച്ച് പ്രാർത്ഥിക്കുന്ന സമയം. ദൈവമേ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് ഞങ്ങളുടെ മക്കൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. ശക്തിയോടെ വിളിക്കുന്നു യേശുവേ. ശക്തിയോടെ വിളിക്കുന്നു യേശുവേ. ജീവനുള്ള ദൈവമേ, സൗഖ്യം നൽകി സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. ദൈവമേ, ഒരു രോഗിയെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും വലിയ അടയാളങ്ങൾ, വലിയ അത്ഭുതങ്ങൾ ഈ സമയം യേശുനാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. അലറബിഷ് 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 അലറബിഷ്. ഇരുകരങ്ങളും ഈ സമയം നമുക്ക് കോപിപ്പിടിക്കുക. തിരുവനായി ഈശോയെ നമുക്ക് കണ്ണുകൾ തുറന്ന് നോക്കാം. നമ്മുടെ ദൈവം സൗഖ്യത്തിന്റെ ദൈവമാണ്. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. നമ്മുടെ ദൈവം സുഖപ്പെടുത്തുന്ന ദൈവമാണ്. ഈ സൗഖ്യത്തിന്റെ ഈ ആരാധനയിൽ ആദ്യ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുക. COVID-19 ബാധിച്ച് നിരാശ കഴിയുന്ന എല്ലാ രോഗികളിലേക്ക് ദൈവമേ പ്രത്യാശയായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമുക്കും ഏവർക്കും അറിയാം, പ്രത്യാശ ഒരു വ്യക്തിയിൽ ലഭിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്ന് നിറയുമ്പോഴാണ്. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ വലിയ താകത്തോടെ അങ്ങയുടെ മക്കൾ ഈ സമയം അങ്ങ് നൽകുന്ന പ്രത്യാശയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി താഴ്മയോടെ പ്രാർത്ഥിക്കുകയാണ്. വചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഓരോ വ്യക്തിയിലേക്കും ഈ സമയം വളരെ ശക്തമായ അഭിഷേകവുമായി, ശക്തമായ പ്രത്യാശയായി ദൈവത്തിന്റെ ആത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. തിരുവനായി ഈശോ നോക്കിക്കൊണ്ട് ആത്മാവേ റൂഹായെ എല്ലാ രോഗികളുടെ മേലും ആത്മാവെന്ന് അറിയാൻ വേണ്ടി ആ മക്കളുടെ ദുഃഖ, നിരാശകൾ, ഭയം, ആകുലത, സൗഖ്യം ലഭിക്കില്ല എന്നിങ്ങനെയുള്ള ചിന്തകളെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ആത്മാവേ റൂഹായേ. ോട് നമ്മൾ ചേർത്ത് പാടുക. ആത്മാവേ റൂഹായേ. സാധിക്കുന്ന എല്ലാ ദൈവമക്കളും ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ അതിശക്തമായ അഭിഷേകം, ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന പ്രത്യാശ എല്ലാ രോഗികളുടെ മേലും ഈ സമയം വന്നെന്നറിയാൻ വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി തിരുവനായി ഈശോ നോക്കി വീണ്ടും പാടി പ്രാർത്ഥിക്കുക. ആത്മാവേ റൂഹായേ.
പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിറയുന്ന സമയമാ. ശക്തമായി പ്രത്യാശ വെളിപ്പെടുന്ന സമയമാ. നിരാശകൾ വിട്ടുപോകുന്ന സമയമാ. ശക്തിയോടെ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. റബീഷ് അൽ 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 റബീഷ്. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദൈവികാരുണ്യത്തിന് പരിശുദ്ധ പരമ ദൈവികാരുണ്യത്തിന് പരിശുദ്ധ പരമ ദൈവികാരുണ്യത്തിന്. പ്രിയമുള്ള ദൈവമക്കളെ, സൗഖ്യത്തിന്റെ ഈ ആരാധനയിൽ നാം ഓരോ വ്യക്തിയും പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയം COVID-19 ബാധിച്ച് ചികിത്സ കഴിയുന്ന എല്ലാ രോഗികളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഭരമേൽപ്പിക്കുകയാണ്. വളരെ പ്രത്യേകമായി ഈ രോഗം മൂലം ഭയത്തിലും ഉത്കണ്ഠയിലും നിരാശയിലും കഴിയുന്ന വ്യക്തികളുണ്ട്. ആ വ്യക്തികളെ പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ 1.5 വർഷത്തോളമായി COVID-19 ഈ രോഗം ഈ ലോകത്തെ പിന്തുടരുകയാണ്. ഈ പകർച്ചവ്യാധി നിർവീര്യമാകാൻ വേണ്ടി, ദൈവത്തിന് വലിയ സൗഖ്യം വെളിപ്പെടാൻ വേണ്ടി, ദൈവികമായ സൗഖ്യം വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായി ഈ COVID-19 മൂലം മാനസികമായി തകർന്നു കഴിയുന്ന വ്യക്തികൾ, ഭയന്ന് കഴിയുന്ന വ്യക്തികൾ, ധൈര്യം നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾ, നിരാശ കഴിയുന്ന വ്യക്തികൾ, എല്ലാം അവസാനിച്ചു എന്ന് കരുതി ജീവിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവമേ സൗഖ്യമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 1-ാം തിരുവചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 1-ാം വചനത്തിൻ്റെ പ്രത്യേകമായ ഒരു വിടുതലും അഭിഷേകവും നമ്മുടെ മനസ്സിൻ്റെ ദുഃഖനൊമ്പരങ്ങളിലേക്കും ഭയത്തിൻ്റെ മേഖലയിലേക്കും ഉത്കണ്ഠയിലേക്കും കടന്നു വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഓ ദൈവമേ, എൻ്റെ മനസ്സിനെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതിനു വഴി ദൈവം നമ്മോട് വീണ്ടും വീണ്ടും അരുളി ചെയ്യുകയാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഭയത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ഭയമേഖലയിലേക്ക് ദൈവത്തിൻ്റെ വലിയ സൗഖ്യം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. മാനസികമായി തകർന്നുപോയ അവസ്ഥകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് അഴിച്ചുവെക്കാം. ഓ കർത്താവേ, എനിക്ക് സൗഖ്യം തരണമേ. ഈശോയെ നോക്കി ചേർന്ന് പാടി പ്രാർത്ഥിക്കുക: കർത്താവേ, സൗഖ്യം. സൗഖ്യം നൽകണമേ നാഥാ, സൗഖ്യം നൽകണമേ. ഓ ദൈവമേ, സൗഖ്യം നൽകണമേ നാഥാ, സൗഖ്യം നൽകണമേ. ഓ കർത്താവേ, തിരുച്ചോരയാൽ കഴുകണമേ. ഓ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, തിരുച്ചോരയാൽ കഴുകണമേ എന്നുള്ളിൽ. ഓ ദൈവമേ, സൗഖ്യം നൽകണമേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഭയത്തിന്റെ എല്ലാ മേഖലകളെയും കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. ഉൾക്കണ്ണുകളെ കർത്താവ് ഏറ്റെടുക്കുന്ന സമയമാണ്. ദുഃഖനൊമ്പരങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്ന സമയമാണ്. എല്ലാ അസ്വസ്ഥകളെയും കർത്താവ് ഏറ്റെടുക്കുന്ന സമയമാണ്. സൗഖ്യത്തിന് വേണ്ടി നമ്മുടെ മനസ്സ് സൗഖ്യം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ഭയമേഖലയും കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് യേശുവേ യേശുവേ എന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ സമയം കർത്താവിന്റെ കരങ്ങളിലേക്ക് COVID-19 ബാധിച്ച് ചികിത്സ കഴിയുന്ന
ഓരോ രോഗിയെയും നമ്മൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെ ഭവനങ്ങളിൽ COVID-19 ബാധിച്ച് ചികിത്സ കഴിയുന്ന ഓരോ വ്യക്തിയെയും നമുക്ക് ഫലമേൽപ്പിക്കാം. വിവിധ ആശുപത്രികളിൽ COVID-19 ബാധിച്ച് ചികിത്സ കഴിയുന്ന ഓരോ വ്യക്തിയെയും നമുക്ക് കാഴ്ചവെക്കാം. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 17-ാം വചനം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ഓ ദൈവമേ, കുടുംബങ്ങളില് വിവിധ ആശുപത്രികളില് COVID-19 ബാധിച്ച് ഗുരുതരാവസ്ഥ കഴിയുന്ന എല്ലാ രോഗികളെയും കർത്താവേ പ്രത്യേകമായി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയാണ്. ജെറമിയയുടെ പുസ്തകം 30-ാം അധ്യായം 17-ാം വചനം പഠിപ്പിക്കുന്നത് പോലെ ദൈവമായ കർത്താവേ, ആ മക്കൾക്ക് വീണ്ടും ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ തിരുമുറിവുകളാൽ ആ മക്കൾ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗികളായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് COVID-19 ബാധിച്ച് വിവിധ ആശുപത്രികളിലും ഭവനങ്ങളിലും ഗുരുതരാവസ്ഥ കഴിയുന്ന എല്ലാ രോഗികളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രത്യേകമായി നമ്മൾ കാഴ്ചവെക്കുകയാണ്. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. ഓ ദൈവമേ, എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, അടയാളങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, അത്ഭുതങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. വലിയ അഭിഷേകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. വലിയ കൃപ നിറയുന്ന സമയം, വലിയ സൗഖ്യം വെളിപ്പെടുന്ന സമയം, വലിയ അഭിഷേകം വ്യാപരിക്കുന്ന സമയം ശക്തിയോടെ വിളിക്കുന്നു യേശുവേ. ശക്തിയോടെ വിളിക്കുന്നു യേശുവേ. ജീസസ് ഇരുകരങ്ങളും കൂപ്പിപ്പിടിച്ച് തിരുവസ്തുരൂപനായ ഈശോയെ നോക്കി ദൈവമേ സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഭവനങ്ങളില് വിവിധ ആശുപത്രികളില് COVID-19 ബാധിച്ച് ഗുരുതരാവസ്ഥ കഴിയുന്ന എല്ലാ രോഗികളെയും കർത്താവ് ഈ സമയം തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓ ദൈവമേ, സൗഖ്യം സൗഖ്യം നൽകണമേ നാഥാ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ നാഥാ, സൗഖ്യം നൽകണമേ. തിരുച്ചോരയാൽ കഴുകണമേ എന്നുള്ളിൽ, തിരുച്ചോരയാൽ കഴുകണമേ ദൈവമേ, എന്നുള്ളിൽ സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രിയമുള്ള ദൈവമക്കളെ, തിരുവസ്തുരൂപനായ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യം മുഴുവനെയും നമുക്ക് കാഴ്ചവെക്കാം. മറ്റു രാജ്യങ്ങളെയും നമ്മൾ കാഴ്ചവെക്കുക. ഈ സമയം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ ദേശങ്ങളെയും പ്രത്യേകമായി നമുക്ക് കാഴ്ചവെക്കാം. വളരെ പ്രത്യേകമായി ഏതെല്ലാം ദേശത്തും ഏതെല്ലാം രാജ്യത്തും ഏതെല്ലാം ഭൂഖണ്ഡങ്ങളിൽ COVID-19 എന്ന മഹാമാരി വീണ്ടും ശക്തി ആർജിക്കുന്നുവോ, ദൈവമേ വലിയ സൗഖ്യമായി അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 15-ാം തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്താം, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുക. ഈ സമയം ദൈവമേ, തിരുവസ്തുരൂപനായ കർത്താവേ, വിശ്വാസത്തോടെ അങ്ങയുടെ മക്കൾ അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗികളായി കഴിയുന്ന എല്ലാ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് രാജ്യത്തും ഞങ്ങളുടെ സംസ്ഥാനത്തും രോഗികളായി കഴിയുന്നവരെ
പ്രത്യേകമായി കാഴ്ചവെക്കുകയും വിവിധ രാജ്യങ്ങളിൽ രോഗികളായി കഴിയുന്ന വ്യക്തികളെ പ്രത്യേകമായി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയും ദൈവമേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ഓരോ രോഗിയെയും തൊട്ട് സുഖപ്പെടുത്തണമേ. COVID-19 മൂലം രോഗിപീഠ അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും വലിയ സൗഖ്യമായി കർത്താവേ എഴുന്നള്ളി വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും പാടി പ്രാർത്ഥിക്കുകയും കർത്താവേ സൗഖ്യം തരണമേ. നാഥാ സൗഖ്യം സൗഖ്യം നൽകണമേ നാഥാ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ നാഥാ, സൗഖ്യം നൽകണമേ. തിരുച്ചോരയാൽ കഴുകണമേ എന്നുള്ളിൽ, തിരുച്ചോരയാൽ കഴുകണമേ എന്നുള്ളിൽ. സൗഖ്യം ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവേ സൗഖ്യം സൗഖ്യം നൽകണമേ നാഥാ, സൗഖ്യം നൽകണമേ. ഓ ദൈവമേ സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും നൽകണമേ ഓ ദൈവമേ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ രോഗികളെയും കാഴ്ചവെക്കുകയും ഞങ്ങളുടെ മാതൃരാജ്യം മുഴുവനെയും സമർപ്പിക്കുകയും ലോകരാജ്യങ്ങളെ കാഴ്ചവെക്കുകയും കർത്താവേ സൗഖ്യം തരണമേ. ചോരയാൽ കഴുകണമേ എന്നുള്ളിൽ, ഓ ദൈവമേ സൗഖ്യം നൽകണമേ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്ക് പിടിക്കാം. തിരുവസ്തുരൂപനായ ഈശോയെ നമുക്ക് നോക്കാം. ഈ ദിനങ്ങളിൽ COVID-19 ബാധിച്ച് അനേക ദൈവമക്കൾ നമ്മോട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പരിചയത്തിലുമുള്ള നമ്മുടെ ദേശത്തും ഇടവയിലും കൂട്ടായ്മയിലും ഒക്കെയുള്ള എല്ലാ രോഗികളെയും നമ്മൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഉറ്റവരെ പ്രിയപ്പെട്ടവരെ അവരെല്ലാം നമുക്ക് പ്രത്യേകമായി കാഴ്ചവെക്കാം. ദൈവമേ ആരാധനയിൽ പങ്കുചേരുന്ന COVID-19 ബാധിച്ച് ചികിത്സ കഴിയുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കർത്താവേ ആ മക്കളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ആ മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ആ മക്കളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓ ദൈവമേ വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ആരെയെല്ലാം സമർപ്പിച്ച് ഈ സമയം പ്രാർത്ഥിക്കുന്നുവോ അവരെല്ലാം ഈ നിമിഷം സുഖപ്പെടുമെന്ന് വിശ്വാസത്തോടെ അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെ ഓർമ്മയിലുള്ളവര്, പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവര്, നമ്മോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവര്, അങ്ങനെയുള്ള എല്ലാ COVID-19 ബാധിച്ച എല്ലാ രോഗികളുടെ മേലും കർത്താവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ശക്തിയോടെ സ്തുതിക്കട്ടെ. ആ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, വലിയ അഭിഷേകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, വലിയ സൗഖ്യത്തിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ഈശോ എഴുന്നള്ളി വരുന്ന സമയം, കർത്താവ് സുഖപ്പെടുത്തുന്ന സമയം, ശക്തിയോടെ വിളിക്കുന്നു യേശുവേ. വിളിക്കുന്നു യേശുവേ. കരങ്ങൾ കൂപ്പി പിടിച്ച് തിരുവസ്തുരൂപനായ ഈശോ നോക്കിക്കൊണ്ട് കുടുംബങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്ന ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും പ്രത്യേകമായി കാഴ്ചവെച്ച് ഓ കർത്താവേ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓ ദൈവമേ സൗഖ്യം സൗഖ്യം നൽകണമേ നാഥാ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ നാഥാ, സൗഖ്യം നൽകണമേ. യേശുവേ തിരുച്ചോരയാൽ കഴുകണമേ
പ്രാർത്ഥിക്കുന്ന ദൈവമേ, ദൈവമേ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഓ ദൈവമേ, തിരുവസ്തുരുവനായ ഈശോയെ, ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തിയെയും സൗഖ്യത്തിന്റെ വ്യക്തികളായി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, COVID-19 ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഒരു രോഗിയും പരിചരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും മറ്റാരോഗ്യ പ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായി കർത്താവെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഈ മഹാമാരി യേശുവിന്റെ നാമത്തെ ലോകത്ത് നിന്ന് വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. കർത്താവെ, അങ്ങയുടെ മക്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. കർത്താവ് സൗഖ്യവുമായി കടന്നു വരുന്ന സമയമാണ്. ഈ പകർച്ചവ്യാധിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഫലമേൽപ്പിക്കുക. ദൈവമേ, ഒന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, വലിയ സൗഖ്യം സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വലിയ അടയാളങ്ങൾ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ COVID-19 വലിയ മഹാമാരിയെ ഓ ദൈവമേ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം, വലിയ സൗഖ്യമായി എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളെ സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. COVID-19 ബാധിച്ച് ചികിത്സ കഴിയുന്ന ഒരു രോഗിയും പരിചരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും ആരോഗ്യ പ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും എല്ലാം നമ്മൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന സമയം അവർക്ക് വലിയ സുരക്ഷിതത്വം ലഭിക്കാൻ വേണ്ടി ഓ ദൈവമേ അവരെ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ശക്തിയോടെ വിളിക്കുന്നു യേശുവേ. ഇരുകരങ്ങളും കൂപ്പി പിടിച്ച് തിരുവസ്തുരൂപനായ ഈശോ നോക്കിക്കൊണ്ട് ഓ കർത്താവേ സൗഖ്യം തരണമേ. ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങളിലേക്ക് COVID-19 ബാധിച്ച് ചികിത്സ കഴിയുന്ന എല്ലാ രോഗികളെയും കാഴ്ചവെക്കുക. എല്ലാ ദേശങ്ങളെയും രാജ്യങ്ങളെയും നമുക്ക് കാഴ്ചവെച്ച് ഈ സമയം പ്രാർത്ഥിക്കുക. ഓ ദൈവമേ സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. സൗഖ്യം നൽകണമേ നാഥാ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ നാഥാ, സൗഖ്യം നൽകണമേ, തിരുച്ചോരയാൽ കഴുകണമേ. ഓ ദൈവമേ സൗഖ്യം തിരുച്ചോരയാൽ കഴുകണമേ. ഓ കർത്താവേ സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. സാധിക്കുന്ന വ്യക്തികൾ ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. കർത്താവേ സൗഖ്യം, സൗഖ്യത്തിന് വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്ന സമയം യേശുവിന്റെ നാമത്തിൽ ഒരു രോഗി സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓ ദൈവമേ സൗഖ്യം ഓ ദൈവമേ സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കാര്യങ്ങളെ കൂപ്പി പിടിച്ച് തിരുവസ്തുരൂപനായ ഈശോ നോക്കിക്കൊണ്ട് നിശബ്ദമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രാർത്ഥിക്കുക. ദൈവമേ ഈ സൗഖ്യത്തിന്റെ ആരാധനയിൽ പങ്കുചേരുന്ന ഓരോ രോഗിയും വളരെ പ്രത്യേകമായി തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല ദൈവമേ. അങ്ങയുടെ വലിയ സൗഖ്യത്തിന് വേണ്ടി വിശ്വസിച്ച്
ഈ സമയം ശുശ്രൂഷയിൽ പങ്കുചേർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും ദൈവമേ സൗഖ്യമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വലിയ സൗഖ്യം വിധജീവിതത്തിലേക്ക് വെളിപ്പെടുന്ന സമയമാണ്. ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും നമ്മൾ ആരെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ അവരെല്ലാം കർത്താവ് ഈ സമയം പ്രത്യേകമായി സ്പർശിക്കുന്ന സമയമാണ്. ആ മക്കളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സമയമാണ്. ഓ ദൈവമേ, വീണ്ടും വീണ്ടും ഞങ്ങൾ കാഴ്ചവെക്കുക ദൈവമേ. വീണ്ടും വീണ്ടും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവമേ. സൗഖ്യം കൊടുക്കണമേ. ഒരിക്കൽ കൂടി എല്ലാ രോഗികളെയും പ്രത്യേകിച്ച് COVID-19 ബാധിച്ച് ചികിത്സ കഴിയുന്ന ജനലക്ഷങ്ങളിലേക്ക് കർത്താവെ സൗഖ്യവുമായി കടന്നു വരണമേ എന്ന് ഒരിക്കൽ കൂടി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ചേർത്തുപാടാ കർത്താവെ സൗഖ്യം 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 നൽകണമേ നാഥാ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ നാഥാ, സൗഖ്യം നൽകണമേ. യേശുവേ തിരിച്ചോരയാൽ കഴുകണമേ എന്നുള്ളിൽ. ഓ ദൈവമേ, തിരിച്ചോരയാൽ കഴുകണമേ എന്നുള്ളിൽ. ഓ കർത്താവേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമമാം